ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നമ്മുടെ ടീച്ചർ അമ്മയുടെ വിശേഷവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ പ്രമോ വിശേഷം കേട്ടോ പറയാൻ പോകുന്നത്. അപ്പം ഇനി എന്നും അങ്ങോട്ട് നമ്മുടെ ഈ ചാനലിൽ നമ്മുടെ ടീച്ചർ അമ്മയുടെ വിശേഷം പറയാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. രാവിലെ ഫുൾ വിശേഷവുമായിട്ട് പ്രമോ വിശേഷവുമായിട്ടാണ് ഞാൻ വരാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പൊ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. ഏകദേശം കഥയൊക്കെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും ദിവസം നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ തരക്കേടില്ലാത്തൊരു കഥയാണെന്ന് തോന്നുന്നു. നമ്മുടെ സരസ്വതി ടീച്ചറിന്റെയും മക്കളുടെയും സരസ്വതി ടീച്ചർ പഠിപ്പിക്കുന്ന കുഞ്ഞു മക്കളുടെയും ഒക്കെ കഥയാണ്. ഏതായാലും സരസ്വതി ടീച്ചർ സ്കൂളിലും വീട്ടിലുമൊക്കെ ഒരുപോലെ ഒരേ സ്വരത്തിൽ നിന്ന് ഒരുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ നല്ല രീതിയിൽ തന്നെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചു മക്കളെയൊക്കെ നോക്കി ഇത്രയും വളർത്തി വലുതാക്കിയ ഒരു ടീച്ചറാണ്. അപ്പൊ ആ ടീച്ചറിന്റെ കഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ടീച്ചറമ്മ എന്ന് പറയുന്ന കഥ. പക്ഷെ പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ ധാരണം ചെയ്ത് ജീവിച്ച ഒരു ആളാണ് നമ്മുടെ ടീച്ചറമ്മ. മക്കളെയൊക്കെ വളർത്തി തന്നോടൊപ്പമായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ മക്കൾ തിരിഞ്ഞു കൊത്താൻ തുടങ്ങി. മക്കളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പക്ഷെ മക്കളെ കൊണ്ട് പ്രയോജനമില്ലെങ്കിലും ടീച്ചറമ്മയ്ക്ക് കുറേ മക്കളുണ്ട് കേട്ടോ. ടീച്ചറമ്മ പഠിപ്പിച്ച മക്കളുണ്ടല്ലോ, ആ ടീച്ചറമ്മ പഠിപ്പിച്ച കുറേ നല്ല മക്കളെ കൊണ്ട് നമ്മുടെ ടീച്ചറിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. സ്വന്തം വീട്ടിൽ ഒരു വിലയില്ലെങ്കിലും ടീച്ചർ പഠിപ്പിച്ച ആ കുട്ടികൾക്ക് ടീച്ചറിന് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് എവിടെ വെച്ച് കണ്ടായാലും മിണ്ടും. അതും മാത്രമല്ല, എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. അതുപോലെയാണ് ഇപ്പം ഒരു കുട്ടിക്ക് ക്യാഷ് ഇല്ലെങ്കിൽ പോലും, പഠിക്കാൻ സൗകര്യമില്ലെങ്കിൽ പോലും ആ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ടീച്ചർ പഠിപ്പിക്കുമായിരുന്നു. അതുപോലെ നല്ലൊരു ടീച്ചർ തന്നെയാണ്, ഒരു മാതൃകയായ ഒരു ടീച്ചറാണ്. ഒരുപാട് അവാർഡൊക്കെ ടീച്ചറിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിനിടയിലും കുറച്ച് കുശുമ്പ് പിടിച്ച മനുഷ്യരുണ്ടല്ലോ. എവിടെയാണെങ്കിലും ഒരു പോസിറ്റീവ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ കുറെ നെഗറ്റീവ് ക്യാരക്ടറും കാണും. അതുപോലെ തന്നെ നമ്മുടെ ഇതിലും കുറച്ച് നെഗറ്റീവ് ക്യാരക്ടർ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ മഹേഷിനെയൊക്കെ ഞാൻ ഇപ്പൊ പ്രത്യേകം പറഞ്ഞ് പരിചയപ്പെടുത്തണോ എന്നെനിക്കറിയില്ല. മഹേഷ് ടീച്ചറിന്റെ മകനാണ്. അതുപോലെ തന്നെ മഹേഷിന്റെ ഭാര്യ റീനു ഒരു യൂട്യൂബറാണ്. പുള്ളിക്കാരി ഇങ്ങനെ എന്താ പറയുക, ജീവിതത്തെക്കുറിച്ച് വലിയ ഇതൊന്നും ഇല്ല പുള്ളിക്കാരിക്ക് യൂട്യൂബും ഒക്കെ ആയിട്ട് അങ്ങ് പോവുക, അത്ര മാത്രമേ ഉള്ളൂ. അടിച്ചു പൊളിച്ച് ജീവിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ മഹേഷ് കുറച്ച് പഞ്ചാരക്കുട്ടനാണ്. പഞ്ചാരക്കുട്ടൻ മാത്രമല്ല, പരസ്ത്രീ ബന്ധമൊക്കെ പുലർത്തുന്ന ഒരാളാണ് നമ്മുടെ മഹേഷ്. പിന്നെ ടീച്ചറിന് കുറച്ച് കൈത്താങ്ങ് ഉള്ളത് വേറെ ആരുമല്ല, നമ്മുടെ വീണയാണ്. വീണ ടീച്ചറിന്റെ ഇളയ പുത്രിയാണ്, ഇളയ മകളാണ്. ആ മകളാണ് കുറച്ച് ടീച്ചറിന് കൈത്താങ്ങൊക്കെ ആയിട്ടുള്ളതും. ടീച്ചറിന് എന്താ പറയുക, വിഷമഘട്ടങ്ങളിലൊക്കെ ടീച്ചറിനെ ഒന്ന് താങ്ങാനും ഒന്ന് പിടിക്കാനും ഒക്കെ നമ്മുടെ വീണ മാത്രമേ ഉള്ളൂ. ടീച്ചറിന്റെ ഏകദേശം സ്വഭാവമൊക്കെ തന്നെയാണ്. അവൾ BEdനാണ് പഠിക്കുന്നത്. BEd ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം പ്രാക്ടീസിന് പൊക്കോണ്ടിരിക്കുകയാണ്. ടീച്ചറിന്റെ ആ ഒരു ഇതിൽ ആ പാതയിൽ പിന്തുടരുകയാണ് നമ്മുടെ വീണ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു മോളും കൂടെ ഉണ്ട്. ആ മോളുടെ പേര് രാധ. ആ രാധയുടെ ഹസ്ബൻഡാണ് വിഷ്ണു. അപ്പം വിഷ്ണു ASI ആണ് കേട്ടോ. അപ്പം വിഷ്ണു ASI ആണ്. രാധയ്ക്ക് എന്തൊക്കെയോ കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നു. നമ്മുടെ മഹേഷ് ആണെങ്കിൽ ഒരു ബേക്കറി ഇട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ടീച്ചറിന്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞ ഒരു ടീച്ചറിന് ഒരു കൂട്ടുകാരി ടീച്ചറുണ്ട്. ആ കൂട്ടുകാരിക്ക് ഒരു മകനുണ്ട്. അവരൊക്കെ നമ്മുടെ ടീച്ചറമ്മേനെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. പിന്നെ കുറച്ച് നെഗറ്റീവ് ക്യാരക്ടറായിട്ടും സ്കൂളിലും നമ്മുടെ ടീച്ചറിന്റെ നേരെ പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും ഞാൻ ഇത്രയും ഒക്കെ പറയുന്നുള്ളൂ. ഇപ്പം നാളെ നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മഹേഷ് ആണെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പാടാണ്. കാരണം അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഈ മഹേഷിന്റെ സ്വഭാവം ഇഷ്ടമല്ല. മഹേഷ് ഇങ്ങനെ ഒഴിവ് സമയങ്ങളിൽ പെണ്ണുങ്ങളെ വിളിച്ച് ബേക്കറിയിൽ കൊണ്ടുവരിക, അത് നല്ല രീതിയിൽ നടത്താൻ, ആ ഒരു സാഹചര്യം മൂലം നല്ല രീതിയിൽ നടത്താൻ പറ്റാതിരിക്കുക, ആ ഒരു സമയത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കച്ചവടം ഉഴപ്പി വിടുക, ഇതൊക്കെയാണ്. അപ്പൊ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആത്മാർത്ഥതയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ഒരു ശാന്തമ്മ എന്ന് പറയുന്ന ഒരു ചേച്ചി, നമ്മുടെ വേറെ ആരെയല്ല കേട്ടോ വിളിച്ച് പറയുന്നത്, റീനു, യൂട്യൂബർ റീനു, അതായത് മഹേഷിന്റെ ഭാര്യനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ മഹേഷിന്റെ ഭാര്യയ്ക്ക് അറിയാൻ കാര്യങ്ങളൊക്കെ, നമ്മുടെ മഹേഷ് എങ്ങനെയുള്ളവരാണെന്നും കുറച്ച് പഞ്ചാരക്കുട്ടനാണെന്ന് പറയുമ്പോൾ ഇവരെപ്പോഴും വഴക്കാണ് കേട്ടോ. കുട്ടികളും ഇത് കണ്ട് വളരുക തന്നെയാണ് ചെയ്യുന്നത്. നാട്ടിലെ പ്രശ്നം തീർക്കാൻ നമ്മുടെ ടീച്ചറമ്മയ്ക്ക് പറ്റും, പക്ഷെ വീട്ടിലെ പ്രശ്നം തീർക്കാൻ ടീച്ചറമ്മയ്ക്ക് പറ്റില്ല. അതുപോലെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. മഹേഷ് അതുപോലെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത്. അങ്ങനെ നമ്മുടെ ശാന്തമ്മേനെ പറഞ്ഞു വിടാനായിട്ട്, അതായത് അവിടെ ജോലി ചെയ്യുന്ന ചേച്ചിനെ പറഞ്ഞു വിടാനായിട്ട് ഈ ഒരു കാരണം മൂലം നമ്മുടെ റീനുവിനോട് പറഞ്ഞല്ലോ,
തൻ്റെ അവിഹിത കഥ മുഴുവൻ പറഞ്ഞതുകൊണ്ട് ശാന്തമ്മേനെ പറഞ്ഞു വിടാൻ നോക്കിയപ്പം ശാന്തമ്മ സമ്മതിച്ചില്ല. ശാന്തമ്മ ആള് ചില്ലറക്കാരി ഒന്നും അല്ലായിരുന്നു. ശാന്തമ്മ പറഞ്ഞു, എനിക്ക് ബാക്കി പൈസ താ, എന്നിട്ട് ഞാൻ പൊക്കോളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രകാരം നമ്മുടെ വീണയും നാളെ വന്ന് ചോദ്യം ചെയ്യാണ്. അപ്പം വീണ വന്ന് ചോദ്യം ചെയ്യുന്നു, എന്തിനാണ് അമ്മയാണ് കഷ്ടപ്പെട്ട് ഈ ഒരു ബേക്കറി ഇതുണ്ടാക്കിയത്, അത് നശിപ്പിക്കാൻ വേണ്ടിയാണോ ഏട്ടൻ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? ഏട്ടന്റെ സ്വഭാവം എന്താ ഏട്ടൻ മാറാത്തത്? ഏട്ടന് ഒരു ഭാര്യയില്ലേ, ആ ഭാര്യനെ നോക്കി ഏട്ടനെ ജീവിച്ചാൽ പോരെ? ബാക്കി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? ഏട്ടൻ എന്തിനാ വേറെ പ്രശ്നങ്ങളൊക്കെ തലയിൽ വലിച്ചെടുത്ത് വെക്കുന്നത്? അതുമാത്രമല്ല, ഏട്ടൻ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ബേക്കറിക്കാണ് അതിന്റെ ദോഷം. ബേക്കറിക്ക് മാത്രമല്ല, നമ്മുടെ അമ്മയ്ക്കാണ് അതിന്റെ ആ ഒരു നാണക്കേട്. അത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഇപ്പം മഹേഷ് ഏട്ടൻ ഇങ്ങനെ പോകുന്നത് കൊണ്ട് എല്ലാവരും എന്താ പറയുക? മഹേഷ് ഏട്ടനെ നന്നായിട്ട് വളർത്താൻ അമ്മയ്ക്ക് പറ്റിയില്ല. ആ അമ്മ എങ്ങനെ മറ്റുള്ള കുട്ടികളെ നന്നാക്കി എടുക്കുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ കാര്യത്തിൽ ആരും തലയിടാൻ വരണ്ട, നീ അമ്മയ്ക്ക് സപ്പോർട്ടാണെങ്കിൽ നീ അമ്മയ്ക്ക് സപ്പോർട്ട് നിന്ന് സംസാരിച്ചോ. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വീണെ, എന്റെ കാര്യത്തിലോ എന്റെ പ്രശ്നത്തിലോ ഇടപെടാൻ നീ വന്നേക്കരുത്. നീ അതിനാളായിട്ടില്ല, നീ ഒരു പീറപ്പെട്ട് മാത്രമാണ്, നീ കുടുംബജീവിതത്തിലൊന്നും കയറി കളിക്കാറായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷും അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ വീണയോട് പറയണം. അപ്പൊ വീണ പറഞ്ഞു, എന്തൊക്കെയാണെങ്കിലും അമ്മ നിരാശപ്പെടുന്ന ഒരു കാര്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല, അത് ഞാൻ പറഞ്ഞേക്കാം. അമ്മ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. അമ്മ അറിയാലോ, ഇത്രയും നാൾ നമ്മളെ വളർത്തി ഇത്രയും വരെ എത്തിച്ചത് അമ്മയുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ്. ആ കഷ്ടപ്പാട് എന്താ ഏതാന്നൊന്നും അറിയില്ലാതെ ഏട്ടൻ എന്തിനാ ഇങ്ങനെ ഒക്കെ മുടിപ്പിക്കുന്ന ഓരോന്ന്? ഇനിയിപ്പോ ഈ ബേക്കറിയും കൂടെ നിർത്തി പോകണമെന്നാണോ ഏട്ടന്റെ ആഗ്രഹം? പിന്നെ ഏട്ടൻ എങ്ങോട്ടേക്ക് പോകുമെന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഫൈറ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീട് ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന പോലെ തന്നെ നല്ല ആൻസർ കൊടുക്കും. പക്ഷെ നമ്മുടെ ടീച്ചറമ്മ മക്കൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടോണ്ടും മിണ്ടാതെ ഉരിയാടാതെ നിൽക്കുകയുള്ളൂ. മക്കൾക്ക് വിഷമാവൂലോ, പോട്ടെ എന്നൊക്കെ ഓർക്കും. അങ്ങനെയാണ് ടീച്ചറമ്മയുടെ സ്വഭാവം. ഏതായാലും നമ്മുടെ ടീച്ചറമ്മയും വീണയും ഭയങ്കര കൂട്ടാണ് കേട്ടോ. അതായത് അമ്മയും മോളും ഭയങ്കര കൂട്ടാണ്. അങ്ങനെ ഇന്നും വൈകിട്ടും അമ്മേനെ മകളാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന ഒരു സമയത്ത് നമ്മുടെ വീണയുടെ പുറകെ ഒരു മാഷ് ശല്യമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ശല്യമൊന്നുമല്ല, പുള്ളിക്കാരന് നമ്മുടെ വീണേനെ ഇഷ്ടമാണ്. പക്ഷെ വീണയ്ക്ക് അങ്ങനെയുള്ളൊരു ബന്ധങ്ങളിലേക്ക് പോകാനോ ഇപ്പം വിവാഹം കഴിക്കാനോ ഒന്നും താല്പര്യമില്ല. അത് മുഖത്ത് നോക്കി തന്നെ പറയുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ വീണയുടെ അമ്മയുടെ, അതായത് ടീച്ചർ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് അയാളോട് സംസാരിക്കുന്നതും അയാളോട് ഇടപെടുന്നതുമൊക്കെ. നല്ലൊരു ക്യാരക്ടറാണ് കേട്ടോ വീണ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലൊരു പെൺകുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ഇതിനൊന്നും സമയമില്ല, എനിക്കിതിനൊന്നും താല്പര്യമില്ല എൻ്റെ പൊന്നു മാഷൊന്ന് പൊക്കോ, മാഷിന് വേറെ എത്ര പെണ്ണുങ്ങളെ കിട്ടും, നല്ല പെണ്ണുങ്ങളെ കിട്ടും, എനിക്കിതിനൊന്നും തീരെ സമയമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീണ അവിടെ നിന്ന് പോരുകയാണ്. ടീച്ചറമ്മ അവിടെ ഒന്നും പ്രതികരിക്കുന്നൊന്നുമില്ല. അപ്പൊ ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെയാ പെണ്ണെ ഇത്ര ധൈര്യം കിട്ടിയത്? നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ഇവരുടെയൊക്കെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം അത് പിന്നെ അതൊക്കെ ഒരു പ്രത്യേക ധൈര്യമാണ്. അത് മാത്രമല്ല, എന്നെ ഈ ടീച്ചറമ്മയല്ല വളർത്തിയത്. അപ്പൊ പിന്നെ എനിക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാനും അതിനൊക്കെ എനിക്ക് വല്ല മടിയും തോന്നുമോ? ഇല്ലെന്നേ, എൻ്റെ ടീച്ചറമ്മയല്ലേ എൻ്റെ ഗുരു, എൻ്റെ അമ്മയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതിന് ശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ലാസ്റ്റ് സീനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ നീന എന്ന് പറയുന്ന ഒരു ടീച്ചർ നമ്മുടെ സ്കൂളിൽ വന്ന് പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. അപ്പം ആദ്യമായിട്ട് പോസ്റ്റിംഗ് കിട്ടിയതാണ് ആ ടീച്ചറിന്. ടീച്ചറിന്റെ അച്ഛനെ നിങ്ങൾ കണ്ടു കാണും. പുള്ളിക്കാരന് ഇച്ചിരി എന്തോ മദ്യപാനിയാണ്, ഇങ്ങനെ കാണൂലോ കുറച്ച് പേരൊക്കെ. അപ്പം മദ്യപാനിയാണ്. ടീച്ചറിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശല്യമാണെന്ന് തോന്നുന്നു ടീച്ചറിന്. ആ ടീച്ചർ ക്ലാസ് എടുക്കാൻ വരുമ്പോഴേക്കും നമ്മുടെ ടീച്ചറമ്മ ഈ കുട്ടീനെ കാണാണ്, നീന ടീച്ചറിനെ കാണാണ്. നീന ടീച്ചറിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കുമാണ് പണ്ടത്തെ ആ ഓർമ്മയിലേക്ക് പോകുന്നത്. കാരണം നീന ടീച്ചറിനെ പഠിപ്പിച്ചത് നമ്മുടെ സരസ്വതി ടീച്ചർ തന്നെയാണ്. സരസ്വതി ടീച്ചറാണ് നീന ടീച്ചറിനെ നീനേനെ പഠിപ്പിച്ച്. അതായത് നീനയുടെ കുടുംബ സാഹചര്യം അന്ന് മുതലേ മോശമായിരുന്നു. അച്ഛനാണെങ്കിൽ വീട്ടിൽ വൈകിട്ട് വഴക്കുണ്ടാക്കും, ആ കുട്ടിക്ക് നന്നായിട്ടിരുന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത്? ആ കുട്ടിക്ക് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നതാണ് ഈ നീന ടീച്ചർ. അപ്പൊ ഈ നീന ടീച്ചറിന് കൈത്താങ്ങായത് നമ്മുടെ സരസ്വതി ടീച്ചർ തന്നെയാണ്. ഇങ്ങനെയുള്ള പിള്ളേർക്ക് പ്രത്യേക ഒരു സ്നേഹവും പരിഗണനയും നമ്മുടെ സരസ്വതി ടീച്ചർ കൊടുക്കും കേട്ടോ. അപ്പം വീട്ടിൽ ഇങ്ങനെ അവഗണിക്കപ്പെട്ട് കിടക്കുകയും വീട്ടിൽ പഠിക്കാൻ സാഹചര്യം ഇല്ലെങ്കിലും, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഡിവോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ടീച്ചർ നല്ല സപ്പോർട്ടാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ടീച്ചർ പഠിപ്പിച്ച കൊച്ചു തന്നെയാണ് നമ്മുടെ നീന. അപ്പം നീന അതേ സ്കൂളിൽ തന്നെ വന്ന് ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ടീച്ചറിന്റെ സ്കൂളിൽ തന്നെ വന്ന് ചേർന്നിരിക്കുകയാണ്. അതാണ് നമ്മുടെ ടീച്ചർ ഇങ്ങനെ വണ്ടടിച്ച് ഞെട്ടി നിൽക്കുന്നത്. ഇന്നത്തെ ആ ഒരു അവസാന ഭാഗം അതായിരുന്നു. അപ്പൊ ഇവയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിനിടയിലാണെങ്കിൽ
നമ്മുടെ റീനുവിന്റെ അച്ഛൻ വരും കേട്ടോ. മഹേഷ് ഇങ്ങനെ അവതാളത്തിൽ നടക്കുകയാണല്ലോ, അവിടെയും ഇവിടെയും പെണ്ണുകേസും ഒക്കെ ആയിട്ട്. അങ്ങനെ റീനുവിന്റെ അച്ഛൻ വന്ന് വീട്ടിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പുള്ളിക്കാരൻ കുറച്ച് പരിഷ്കാരിയൊക്കെയാണ് കേട്ടോ. പുള്ളിക്കാരൻ വന്ന് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ലേശം വിവരമില്ലാത്ത ഇച്ചിരി വെളിവ് കെട്ടൊരു മനുഷ്യനാണ്. മകൾ എന്ത് പറഞ്ഞാലും വടിയെടുക്കാൻ നിൽക്കും, കുടയെടുക്കാനും നിൽക്കും, അങ്ങനെ ഒരു മനുഷ്യനാണ്. അപ്പം അത് നമ്മുടെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? രാധയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതായത് രാധയുടെ അച്ഛൻ, രാധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീച്ചറമ്മയുടെ മോളാണ് കേട്ടോ. 2 മക്കളാണ്, വീണയും രാധയും. അപ്പൊ രാധയുടെ അച്ഛൻ, അതായത് ടീച്ചറമ്മയുടെ ഹസ്ബൻഡ് ഇല്ല, പുള്ളിക്കാരൻ ഇവരുടെയൊക്കെ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചു പോയതാണ് ഇവരെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ റീനയുടെ അച്ഛൻ വന്നു കഴിയുമ്പോഴത്തേക്കും ഒത്തിരി അധികാരമിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും അവിടെ രാധ ഇടപെടുന്നു. അപ്പൊ രാധയോട് പറയുന്നുണ്ട്, അച്ഛനില്ലാത്തവർക്ക് അച്ഛന്റെ വില പറഞ്ഞാൽ മനസ്സിലാവില്ല, അച്ഛനില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം നമ്മുടെ ടീച്ചറമ്മയുടെ ഭർത്താവ് ചെറുപ്പത്തിലെ പോയതാണ്, ഈ മക്കളുടെയൊക്കെ ചെറുപ്പത്തിലെ പോയതാണ്. ടീച്ചറാണ് ഈ പറയുന്ന മഹേഷിനെയും നമ്മുടെ വീണയെയും രാധയെയും വളർത്തിക്കൊണ്ട് വന്ന ഈ 3 മക്കളാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് കേട്ടോ നാളെ വരാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയരുതേ, എല്ലാവരും കാണണേ. അപ്പൊ എല്ലാവർക്കും ഒരു വ്യത്യസ്തമായ കഥയൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. എപ്പോഴും നമ്മൾ ഒരുപോലെയുള്ള കഥകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഉള്ളൊരു കഥയാണ് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ പറയുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.